ഏതാണ് ഇയാള്? ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സാറേ, മാർക്കറ്റിലെ മോഷ്ടാവ്. അവനെ പുറത്തേക്ക് ഇവിടെ ആ പയ്യനെയും വിളിക്കും. ഓ മധു ഇറങ്ങിക്കേ, ബാബാ. വാ ഇരിക്കും. അതിപ്പോൾ സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നിട്ടും കാര്യമൊന്നുമില്ല. നമ്മളതിൽ കേസെടുത്തിട്ടുണ്ട്. സൈബർ സെല്ല് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ അപ്ലോഡ് ചെയ്തവനെയും ഷൂട്ട് ചെയ്തവനെയും എല്ലാം വെക്കും. ഓക്കെ സാർ. ഇതിപ്പോൾ 5-6 ദിവസമായിട്ട് കുറച്ച് ഗ്രൂപ്പുകൾ ഷെയർ ആയിട്ടുണ്ട്. അതിപ്പോൾ ആരൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഏതായാലും ഇത് അച്ഛൻ അറിയണ്ട കേട്ടോ. ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കാൻ ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുള്ളൂ. അത് പറയാനാ തന്നെ കൂടെ വിളിപ്പിച്ചത്. ഞാൻ പറയുന്ന മോനിക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ? ഉണ്ട് സാർ. അപ്പോൾ ഈ വീഡിയോ തനിക്ക് എവിടെ നിന്ന് കിട്ടി? എടോ ഇപ്പോൾ ഈ കണ്ട വീഡിയോ അല്ലേ, അത് എവിടെ നിന്നാ കിട്ടിയെന്നാ ചോദിക്കുന്നത്? ഒരു ഗ്രൂപ്പിന്ന് സാർ. ഏത് ഗ്രൂപ്പ്? വാട്സാപ്പിൽ എനിക്കൊരു ഗ്രൂപ്പുണ്ട് സാർ. അതാണോ? അതന്നെ എനിക്ക് കേൾക്കട്ടെ സാറേ. ഇവന്റെ പോലെ വേറെ ചില സാധനം ഉണ്ടാകും. സ്വന്തം കാര്യം വന്നപ്പോൾ നിനക്ക് വേദന സങ്കടമൊക്കെ അല്ലേ? ഇതുവരെ ഇതൊക്കെ കണ്ടു സൂക്ഷിച്ച് നടന്നപ്പോ എവിടെയാണ് നടന്നൊരു സങ്കടമൊക്കെ? പറയടാ. അവന്റെ ഒരു രൂപ കേസായി പോയി. അടിച്ചിന്റെ പെടലേ മുടിച്ചു. നിന്റെ അപ്പം പറഞ്ഞ പോലെ നീയൊക്കെ ഷെയർ ചെയ്യുന്ന ഓരോ വീഡിയോയുടെ ക്ലിപ്പിന് പിന്നിലെ ഓരോ അപ്പന്റെ അമ്മയുടെയും വേദന ഇടറ. നിർത്തിക്കോളൂ ഇതൊക്കെ. അവന്റെ ഒരു സങ്കടം ആ പുറത്തിരിക്കുന്ന അപ്പന്റെ കാലിൽ ആദ്യം വീഴണം നീയാടാ. എന്താണ് പോകുന്നത്? നിർത്തണം സാറേ. മോളെ കാണാഞ്ഞിട്ട് ഒരു സമാധാനമില്ല. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയേക്കാം. ആളെ പിടിക്കാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ മോക്കൊന്നും വരാതെ നോക്കണം. ഇനിയൊരപ്പനും ഈ സങ്കടം കൊടുക്കരുത്. ആ താനെന്താ ഇവിടെ? എസ് ഐ സാറിനൊന്ന് കാണാമെന്നാ. ഞാൻ എസ് ഐ സാറിന് കാണാമെന്നതാ. സാർ. സാർ ആ മാധവേട്ടൻ്റെ മകള്. ആടോ ഞാൻ അറിഞ്ഞു. കേസെടുത്തിട്ടുണ്ട്. നോക്കാം നമുക്ക്. അതല്ല സാർ, മാധവേട്ടൻ്റെ മകള് ആത്മഹത്യ ചെയ്തു. ഓ